Watch India's largest kids library only on Jio Hotstar. Download the app now. ഇപ്പോ ജാക്കിയുടെ കെണിയിൽ എല്ലാവരും വീഴും. എന്റെ ഈ റോബോട്ടിക് പാന്തർ കണ്ടിട്ട് ഒറിജിനൽ ആണെന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായും. അപ്പോ നമ്മൾ ആ സമയത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കും. ഓ എന്റെ റോബോട്ടെ ഓ, എന്നിട്ടൊരു കലഹം അങ്ങോട്ടുണ്ടാക്കുക. വലിയേട്ടാ, ഞങ്ങള് കാലത്ത് മോഡേൺ സിറ്റി ഒക്കെ കറങ്ങി അടിച്ചു വന്നതാ. വേഗത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും എടുത്തോണ്ട് വരൂ, വിശന്നിട്ട് വയറ് കരിയുന്നു. കണ്ടിട്ട് നിങ്ങളൊക്കെ മോഡേൺ സിറ്റിയിലേക്ക് ആദ്യമായിട്ടാ വരുന്ന പോലെ ഉണ്ടല്ലോ. ഞങ്ങൾ വന്നിരിക്കുന്നത് ഫുർഫുറി നഗറിൽ നിന്നാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു നല്ല ചായ ഉണ്ടാക്കി തരുമോ? അതും ഇഞ്ചി ഇട്ടിട്ട്. അല്ല വലിയേട്ടാ, നിങ്ങൾ ഫുർഫുറി നഗരത്തിന്റെ പേര് കേട്ടോടെ എന്തിനാ കിടന്നിങ്ങനെ വിറയ്ക്കുന്നത്? ഞങ്ങൾ നിങ്ങളെ പോലെ മനുഷ്യരല്ലേ. ഞങ്ങളുടെ കൂടെ കൂട്ടുകൂടിയാ നിങ്ങൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല, മനസ്സിലായോ? പത്തലു, ഈ വെയിറ്ററെ ഫുർഫുറി നഗരത്തിന്റെ പേര് കേട്ടോടനെ എന്തിനാ ഇങ്ങനെ പേടിച്ചു ഓടുന്നത്? അതെ ചേട്ടന്മാരെ, നിങ്ങൾ ഓടിക്കോ. അവൻ ഓടിയത് നിങ്ങളെ കണ്ടിട്ടല്ല, നിങ്ങളുടെ ബാക്കിലുള്ള പാന്തറിനെ കണ്ടിട്ടാണ്. നല്ല രസമുണ്ട്. നമ്മുടെ റോബോട്ടിക് പാന്തർ എന്തോരം ഓടും അത്രമാത്രം ഈ മനുഷ്യരും അങ്ങോട്ട് പേടിക്കും. മനുഷ്യര് പേടിക്കുന്ന അത്രോളം നമ്മൾ അത്രത്തോളം ധനികരായി മാറും. അതെ ജാക്കി ബോയ്, ഇവരെ കുറിച്ചൊക്കെ എനിക്ക് മുൻപേ അറിയാം. ഇത് മോട്ടു പത്ലു. മോട്ടു പത്ലു ഒക്കെ കാണാൻ സാധാരണ ആൾക്കാരാണെങ്കിലും അവർക്ക് നല്ല ബെഡാ ടീംസ് ആണ്. മോട്ടുവിന്റെ ബലവും പത്ലുവിന്റെ ബുദ്ധിയും ചേർന്ന ആർക്കും അവരൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ പ്ലാൻ സക്സസ് ആവുന്ന സംശയമാണ് കേട്ടോ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരെ തന്നെ അങ്ങോട്ട് മോഡേൺ സിറ്റിയിൽ ആദ്യം ഓടിക്കും. എന്നിട്ട് നമ്മളുടെ മിഷൻ നമ്മൾ പൂർത്തീകരിക്കാൻ നോക്കും. ജാക്കിയുടെ വലയിൽ ഇവര് കുടുങ്ങിയേ പറ്റൂ. വലിയേട്ടാ, ഞങ്ങൾക്ക് വേഗത്തിൽ കഴിക്കാൻ ചാട്ട് തരൂ. ഹോട്ടലിൽ പോയിരുന്നിട്ട് ഞങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് വേഗം തരൂ. അതിനെന്താ സാറേ, തരാലോ. എന്റെ ഈ ഫുഡൊക്കെ കഴിച്ചാ നിങ്ങൾക്ക് 5 സ്റ്റാർ ഫുഡൊന്നും പിന്നെ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ഈ ഏരിയയിൽ പുതിയതായോണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയാത്തത്. കൊള്ളാലോ വലിയേട്ടാ, ഇതെങ്ങനെ മനസ്സിലാക്കി നിങ്ങള്? ഞങ്ങളൊക്കെ ഫുർഫുറി നഗരത്തിൽ നിന്ന് വരികയാണ്. അല്ല എന്താണ് വലിയേട്ടാ, ഞാൻ ഫുർഫുറി നഗരത്തിനെ കുറിച്ച് പറഞ്ഞ ഉടനെ ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. മോട്ടു, എനിക്ക് എന്തുകൊണ്ടാ തോന്നുന്നത് നമ്മുടെ പുറകിൽ അത് ആരാണത്? മോട്ടു, അവൻ ഫുർഫുറി നഗറിന്റെ പേര് കേട്ടിട്ടല്ല, പുറകിൽ നിൽക്കുന്ന അവനെ കണ്ടിട്ടാ പേടിച്ചോടിയത്. ഓടിക്കോ. മാറി നിക്ക്, പേന്തർ വരുന്നുണ്ട്. വഴിയിൽ നിന്ന് മാറി നിക്ക്. പേടിയൊന്നും മോട്ടു. പത്ലു, ഇതിനാണെങ്കിൽ ഒട്ടും സ്പീഡില്ലല്ലോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗം എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ.
ഒരു വള്ളം തുഴയുന്ന പോലെ തുഴഞ്ഞോ. പത്ലു, അതിന് ഇവിടെ എവിടെയാണ് വള്ളമുള്ളത്? നമുക്ക് ഈ വണ്ടി തന്നെ ഒരു വള്ളമായിട്ട് ഉപയോഗിക്കാം. വേറെ ഒരു വഴിയില്ല, ഇങ്ങനെ ചെയ്തേ പറ്റൂ മോട്ടോ. ദോ നോക്കൂ, നിങ്ങളുടെ ഫുർഫുറി നഗറിലെ മോട്ടു പത്ലുവിന്റെ എന്തൊരവസ്ഥയാണെന്ന്. ജാക്കിയുടെ കെണിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. മോട്ടോ, നീ ഒന്നും ചെയ്യണ്ട, നീ വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. പൊളിച്ചെടുത്തല്ലോ. എങ്ങനെയോ നമ്മള് രക്ഷപ്പെട്ടു. എല്ലാരും വന്നേ, നമുക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് സെൽഫി എടുക്കാന്നേ. എന്റെ വയറിനകത്ത് ഒരുപാട് കുറുക്കന്മാരാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ പേന്തർ കാരണം എനിക്കിന്ന് ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല കേട്ടോ. ഒരുപാട് വിശക്കുന്നുണ്ടെന്നേ. ഇത് കണ്ടോ, ഞാനിന്ന് എടുത്ത സെൽഫി എത്ര ഭംഗിയായിട്ടാ വന്നിരിക്കുന്നതെന്ന് കണ്ടോളൂ. അതെ, ഈ ഫോട്ടോയിൽ എന്താണ് ഇരിക്കുന്നത്? ഈ പാന്തറിന്റെ ദേഹത്തിൽ നിന്നും എങ്ങനെയാണ് ഇത്രയും സ്പാർക്കുകൾ വരുന്നത്? ഒരു മിനിറ്റ് കാണിക്ക്, ഞാൻ നോക്കട്ടെ. എന്റെ ചങ്ക, എന്റെ ബ്രോ, ഈ പാന്തറിനെ കണ്ട റോബോട്ടിക് പാന്തറിനെ പോലെയുണ്ട്. എന്തെന്ന് വെച്ചാൽ റിയൽ പാന്തറിന്റെ ദേഹത്ത് നിന്ന് എങ്ങനെ തീ കത്തും? അതെ, അതാണ് ഞാനും ആലോചിച്ചത്. ഈ ഒരു നഗരത്തിനകത്ത് ഒരു പാന്തർ എങ്ങനെ വരാനാ? വീണ്ടും ആ ജോൺ നമ്മുടെ അടുത്ത് കളിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇനി നമ്മളും അയാളുടെ കൂടെ കളിച്ചേ മതിയാവൂ, ശരിയല്ലേ? എന്റെ അമ്മോ, ആ പാന്തർ നമ്മളെ ഒരുപാട് പേടിപ്പിച്ചു. അല്ല, ആ പാന്തർ എന്തിനാ നമ്മുടെ പുറകെ വന്നത്? നമുക്ക് ഇനി ആ പാന്തറിന്റെ പുറകെ പോകാം. ഞാൻ ഇപ്പൊ തന്നെ ഒക്കെ ശരിയാക്കി തരാമെന്നേ. ഒരു മിനിറ്റ്. ഹലോ ചായക്കട ചേട്ടാ, ഒക്കെ റെഡിയാക്കിയിട്ട് വേഗം ഈ മോഡേൺ സിറ്റിയിലേക്ക് വരൂ. വേഗം. ഒക്കെ മോട്ടു. കണ്ടില്ലേ, അവരിനി സ്ഥലം വിട്ട് പോയിട്ടില്ല. അവര് ഈ നഗരത്തിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് അവര് ഓടിപ്പോയിരിക്കും. ഈ പ്രാവശ്യം ഒന്നല്ല 4 പാന്തറായിരിക്കും അവരെ തുരത്താൻ പോകുന്നത്. ഓടിക്കോ. ഓടിക്കോ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. മോട്ടു പത്ലു, ദേ ഞാൻ വന്നിരിക്കുന്നു. അല്ല മോട്ടു. ചായക്കട ചേട്ടാ, നിങ്ങൾ ശരിക്കും കൃത്യസമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. വേഗം സമൂസ എടുക്കൂ. അല്ല, നീയല്ല പറഞ്ഞ പാർട്ടിയാണെന്ന്, അതുകൊണ്ട് ഞാൻ പാർട്ടിയുടെ തയ്യാറെടുപ്പിലാ വന്നേ. എന്റെ ചായക്കട ചേട്ടാ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് പാർട്ടിക്കല്ല ഞാൻ വിളിച്ചത്. മറിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത് എനിക്ക് വിശന്നിട്ട് സമൂസ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എനിക്ക് വിശന്നിട്ട് വയ്യ. നിങ്ങളുടെ സമൂസ കഴിക്കാതെ ഞാൻ ഒരിക്കലും ഫൈറ്റ് ചെയ്യാറില്ലല്ലോ. അല്ല മോട്ടു, താനെന്തിനാ വേവലാതിപ്പെടണേ? എന്നാ പിടിച്ചോ നിന്റെ സമോസ. ഞാൻ എന്റെ കൂടെ സമോസകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ പിടിച്ചോ. പൊളിച്ചേ. അതെ ജാക്കി ബായ്, മോട്ടു ഒരുപാട് സമോസ കഴിച്ചാലോ. ഞാൻ ഇന്നൊരു കാര്യം കേട്ടിട്ടുണ്ട്. മോട്ടു സമോസ കഴിച്ചാലേ അവൻ പിന്നെ ബാഹുബലി. പിന്നെ ആർക്കും അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. അത് ശരി, എന്നാ ഇപ്പൊ കാണാലോ. നീ വെറും പേന്തർ മാത്രമാണടാ. എങ്കിൽ നിന്റെ വീരം ഒന്ന് കാണിക്കടാ. പേന്തർ ചേട്ടാ, എനിക്ക് അപ്പോഴേ മനസ്സിലായതാണ് നീ ഒറിജിനൽ പേന്തർ അല്ല, ഒരു റോബോട്ടിക് പേന്തർ ആണെന്ന്. പിന്നെ ഞാൻ എന്തിനാണ് നിന്നെ പേടിക്കുന്നത്? ഒന്ന് പോടാ. എഴുന്നേക്കടാ. ഈ പാന്തർ വ്യാജമാണല്ലോ. ഇതിന്റെ പുറകിലുള്ള
അവിടെയുള്ള ആൾക്കാര് ശരിക്കും മനുഷ്യര് തന്നെയാണ്. ആരാണത്? മര്യാദയ്ക്ക് പുറത്തേക്ക് വന്നോളൂ, അല്ലെങ്കിൽ ഞാൻ മോട്ടോനെ കൊണ്ട് വരുത്തിക്കും. ഇല്ല ഇല്ല, ഞാന് വന്നേക്കാം. എന്റെ റോബോട്ടിക് പാന്തറിനെ നിങ്ങളുടെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് സംഭവമാണ്? You both are under arrest. ജയിലിനകത്ത് നിങ്ങൾക്ക് എടുക്കാം. റെസ്റ്റ് 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 റെസ്റ്റ്. Watch India's largest kids library only on Jio Hotstar. Download the app now.